ഫ്രാങ്ക്ലിൻ എന്ന ഒരു ആമയും അവന്റെ കൂട്ടുകാരായ സാം എന്ന അണ്ണാനും ഫോക്സി എന്ന കുറുക്കനും ഒരു സാഹസിക യാത്രയിലായിരുന്നു. അവർ മൂന്നുപേരും ഒരു വലിയ കാടിന്റെ അരികിലെത്തി. അവിടെ ഒരു ബോർഡ് കണ്ടു. അതിൽ മിസ്റ്ററി മൗണ്ടൻ വിസ്ഡം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അവർക്ക് മുന്നിൽ മാന്ത്രികത നിറഞ്ഞ ഒരു ഗുഹയും. കൂട്ടുകാരെ, നമുക്കീ മിസ്റ്ററി മൗണ്ടനിലേക്ക് പോകാം. അവിടെ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും, ഫ്രാങ്ക്ലിൻ പറഞ്ഞു. സാം അണ്ണാൻ ഫ്രാങ്ക്ലിന്റെ പുറത്ത് ചാടിക്കയറി. ഫോക്സി ആകാംക്ഷയോടെ വലയുമായി അവരുടെ പിന്നാലെ നടന്നു. ആ ഗുഹയുടെ ഉള്ളിൽ വർണ്ണാഭമായ പരലുകൾ പ്രകാശിച്ചു നിന്നിരുന്നു. അത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി. അവിടെ അവർക്കൊരു പുരാതന ഭൂപടവും ലഭിച്ചു. ഈ ഭൂപടം നമ്മളെ ഒരു വലിയ നിധിയിലേക്ക് നയിക്കും, ഫ്രാങ്ക്ലിൻ പറഞ്ഞു. അവർ മൂന്നുപേരും കാടിന്റെ ഉള്ളിലേക്ക് യാത്ര തുടങ്ങി. അവർക്ക് പല തടസ്സങ്ങളും നേരിടേണ്ടി വന്നു, പക്ഷെ അവർ ഒറ്റക്കെട്ടായി അതിനെ നേരിട്ടു. ഒരു ദിവസം അവരൊരു പുഴയുടെ അരികിലെത്തി. പുഴയുടെ അപ്പുറത്തേക്ക് കടക്കാൻ അവർക്കൊരു വഞ്ചി ആവശ്യമായിരുന്നു. അപ്പോൾ ഫോക്സി ബുദ്ധിപൂർവ്വം ഒരു മരത്തിന്റെ തടി മുറിച്ച് വഞ്ചിയാക്കി. അങ്ങനെ അവർ പുഴ കടന്ന് അപ്പുറമെത്തി. ഒരുപാട് ദൂരം നടന്നതിനുശേഷം അവരൊരു വലിയ മരത്തിന്റെ ചുവട്ടിലെത്തി. ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു വലിയ നിധിപ്പെട്ടി കണ്ടു. അതിന്റെ മുകളിൽ വിസ്ഡം എന്നെഴുതിയിരുന്നു. അവർ അത് തുറന്നു നോക്കി. അതിലൊരുപാട് പുസ്തകങ്ങളും ഒരു വലിയ രത്നവുമുണ്ടായിരുന്നു. ഈ നിധി നമുക്ക് സന്തോഷവും അറിവും നൽകും, ഫ്രാങ്ക്ലിൻ പറഞ്ഞു. അവർ ആ നിധി സന്തോഷത്തോടെ പങ്കിട്ടു. അവർക്ക് ജീവിതത്തിൽ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിച്ചു. ഈ യാത്ര അവർക്ക് ജീവിതത്തിൽ ഒരു